രാഹുൽ ഗാന്ധി എന്ത് വിജയമാണ് നേടിയത് എന്ന ചോദ്യം ചില മുറുമുറുപ്പോടെ ഉയരുന്നുണ്ട് ഇപ്പോൾ. ചോദ്യത്തിന് മറുപടി പറഞ്ഞു തന്നെ പോകാം. വാഴ്ത്തി പാടേണ്ടവൻ തന്നെയോ രാഹുൽ? പരിധി വിട്ട് സകല സന്നാഹങ്ങളും ഉപയോഗിച്ച് 10 വർഷക്കാലം പ്രതിപക്ഷമുക്ത ഭാരതത്തിനു വേണ്ടി സമാനതകളില്ലാത്ത അടിച്ചമർത്തലുകൾ നടത്തിയിട്ടും പ്രതിപക്ഷത്തിന് നേരെ രാജ്യം കണ്ട ഏറ്റവും വലിയ നീതികേടുകൾ പ്രവർത്തിച്ചിട്ടും രാഹുൽ ഗാന്ധിയെ വിറപ്പിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷത്തെ പിളർത്തിയിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകളെ പിളർത്തുക എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ നെറുകേടുകൾ കാണിച്ചിട്ടും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം ജയിലിലടച്ചിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും ഏകപക്ഷീയമായി പ്രതിപക്ഷ അംഗങ്ങളെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയിട്ടും ഡിസ്മിസ് ചെയ്തിട്ടും അവസാനം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രതിപക്ഷത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടും അടിച്ചു ചതച്ച് ഒതുക്കിയിട്ടും ഇല്ലായ്മ ചെയ്തിട്ടും അവസാനം എന്താണ് ഉണ്ടായത്? രാഹുൽ എന്ന മനുഷ്യൻ ഈ രാജ്യം മുഴുവൻ നടന്ന് നേടിയെടുത്തു 100 സീറ്റുകൾ. കത്തിജ്വലിച്ചു നിന്ന ഒരു പാർട്ടി നാമാവശേഷമായി പോയതായി പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ആ പാർട്ടിയെ കഴിഞ്ഞ 10 വർഷക്കാലമായി മോദി പൂർണ്ണമായും ഇല്ലാതാക്കാൻ നോക്കി ഇടത്തുനിന്ന് ഇന്ന് ഇത്രയും സീറ്റിൽ എത്തിച്ചത് രാഹുൽ എന്ന ഭരണഘടനാ സ്നേഹി തന്നെയാണ്. അതുകൊണ്ട് കത്തിജ്വലിച്ചു നിന്ന പാർട്ടിക്ക് എവിടെയെങ്കിലും കാലിടറിയിട്ടുണ്ടെങ്കിൽ അതിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കില്ല. തല്ലിച്ചതച്ച് ശരീരമാസകലം രക്തം പൊടിയുന്ന പാടുകളുമായാണ് രാഹുൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ കസേരയിലേക്ക് വരുന്നത്. മോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിച്ചത് രാഹുൽ നടന്നു തീർത്ത കാൽപ്പാടുകൾ തന്നെ. ഒരാൾക്കും അധികകാലം ഏകാധിപത്യം നടത്താൻ കഴിയാത്ത ലോകത്തിലെ ഒരേയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് മോദി ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ആദ്യം പഠിച്ചു വരൂ.